ഹായ് ഓൾ, ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടിയ ചന്ദനയുടെ പേരൻസ് ആണ്. നമുക്ക് വെൽക്കം ചെയ്യാം. ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ചന്ദന ആദ്യമായിട്ട് ഇങ്ങനെ അബ്രോഡ് സ്റ്റഡി എന്നുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവന്നപ്പോൾ എന്താണ് തോന്നിയത്? ആദ്യം നമുക്ക് ഈ ഒരു ഏജൻസിയെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മയുടെ നല്ല വിട്ടത്. ബാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ പോലുള്ള ഒരു അറ്റ്മോസ്ഫിയറും എനിക്ക് അവിടെ ചെന്നപ്പോൾ ഓഫീസിൽ അതിൻ്റെ ഓണറാണേലും നമുക്ക് അങ്ങനെ വീട്ടിലുള്ള ഒരാളോട് സംസാരിച്ച് നമ്മുടെ വീട്ടിലുള്ള ഒരാൾ കൊണ്ടുപോകുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കോളേജിൽ അഡ്മിഷൻ്റെ കാര്യമാണെങ്കിൽ ബാക്കിയുള്ള ഇതിനേക്കാളും എനിക്ക് ഇച്ചിരി കൂടെ വിശ്വാസമായിട്ട് തോന്നിയതല്ല, വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞിടുന്നത്. പുറത്തേക്ക് പഠിക്കാമെന്നുള്ളൊരു വന്നത് എപ്പോഴാണ്? പുറത്തേക്ക് പഠിക്കാമെന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞ് നമ്മുടെ വേറൊരു ഓപ്ഷൻ നോക്കിയപ്പം ഞങ്ങൾക്ക് പുറത്ത് പോവാം എന്നുള്ളൊരു. എന്തുകൊണ്ടാണ് നാട്ടിലെ മാസ്റ്റേഴ്സ് നാട്ടിലെ PG നോക്കാതെ പുറത്ത് നോക്കിയത്? പുറത്ത് നോക്കിയെന്ന് വെച്ചാല് ഇച്ചിരി ലൈഫ് സ്റ്റൈലൊക്കെ ഇച്ചിരി നല്ലോണം വരട്ടെ എന്ന് വിചാരിച്ച് അതിനേക്കാളും പെട്ടെന്നുള്ള ഒരു ജോലി, പെട്ടെന്ന് അവരുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവും എന്നൊക്കെ വിചാരിക്കും. പുറത്ത് പോയി മാസ്റ്റർ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണ് പുറത്തേക്ക്. അവളുടെ മോളായാലും അങ്ങനെ ആവുമ്പോൾ ജർമ്മനി എന്നുള്ളൊരു കൺട്രി ചൂസ് ചെയ്ത് എങ്ങനെയാണ്? വേറെ ഏതെങ്കിലും കൺട്രി നോക്കിയിട്ടുണ്ടായിരുന്നോ? ജർമ്മനി നോക്കിയതെന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യലി നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ആദ്യം തോന്നി. പിന്നെ ഇപ്പോഴും അപ്ഡേഷൻ ആണല്ലോ വരുന്നത്, എന്നാലും നമ്മൾ ഇച്ചിരി കൂടെ ഒരു കംഫർട്ടബിൾ തോന്നിയതുകൊണ്ട് തിരഞ്ഞെടുത്തത്. നമ്മുടെ കാനഡയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ജർമ്മനി എന്ന് പറയുമ്പോഴത്തേനും ഇച്ചിരി കൂടെ ഇച്ചിരി സേഫ് ആയിട്ട് തോന്നുന്നുണ്ട് ബാക്കിയുള്ളതിനേക്കാളും. നമ്മൾ ഓരോരുത്തരെ കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പം കാനഡയിലാണെങ്കിലും കുറെ പേര് തിരികെ വരുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് നോക്കുമ്പോഴത്തേനും ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നും. ഫിനാൻഷ്യലി ആണെങ്കിലും സ്റ്റുഡൻസിന് പറ്റിയൊരു കൺട്രിയും ജർമ്മനി തന്നെയാണ്. ഫ്രീ എഡ്യൂക്കേഷൻ അങ്ങനെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? സ്കൈഹോക്കിനെ പറ്റി എങ്ങനെയാണ്? സ്കൈഹോക്കിനെ കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയുടെ മോൾ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞിട്ടാണ്, റിലേറ്റീവ് ആണ്, അങ്ങനെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഇത് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ വന്നത്. ഹാപ്പി അല്ലേ ഇപ്പൊ? അപ്പോ ചന്ദന നാളെ ജർമ്മനിയിലേക്ക് ഫ്ലൈ ചെയ്യാതിരിക്കുകയാണ്. അപ്പോ ഹാപ്പി ജേണി.